ബുള്ളറ്റിന്റെ രജത ജൂബിലി പ്രസിദ്ധീകരണത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 200 ചോദ്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തേത് 3ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. ഫോബോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ചൊവ്വ. കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി. കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി. മൂങ്ങ. കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ. കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അശ്വഘോഷൻ. കവിരാജമാർഗം രചിച്ചത് ആര്? കവിരാജമാർഗം രചിച്ചത് ആര്? അമോഘവർഷൻ. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമൻ. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷനാണ് ക്വസ്റ്റ്യൻ അവർ. ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ ആണ് ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? കാന്തരീയ മഹാദേവ ക്ഷേത്രം ഖജുരാഹോയിലാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയനാണ് മഹാത്മാഗാന്ധി. കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തനാണ് കവിരാജ എന്ന് അറിയപ്പെട്ടത്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം? ജൂലൈ 4 ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്നത്. കാലുകൊണ്ട് രുചി അറിയുന്ന ജീവിയാണ് ചിത്രശലഭം. കാളിന്തി എന്ന പുരാണങ്ങളിൽ അറിയപ്പെടുന്ന നദിയാണ് യമുന നദിയാണ് കാളിന്തി എന്ന പുരാണങ്ങളിൽ അറിയപ്പെടുന്ന നദി. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് ക്യൂണിക്കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ലോക്സഭ ആദ്യമായിട്ട് സമ്മേളിച്ചത് 1952 മെയ് 13 ലോകസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ് ചിലപ്പതികാരം രചിച്ചത്. ജപ്പാനിലെ നാണയമാണ് യെൻ. സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അത് നടത്തിയ വർഷം 1984.
ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984 ഡിസംബർ 3. 1984 ഡിസംബർ 3-നാണ് ഭോപ്പാൽ ദുരന്തം നടന്നത്. ഐ വാൻഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട്. ഐ വാൻഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട്. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962. 1962. മാക്ബത്ത് രചിച്ചത് വില്യം ഷേക്സ്പിയർ. മാക്ബത്ത് രചിച്ചത് വില്യം ഷേക്സ്പിയർ. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം. G8 എന്ന സംഘടന രൂപം കൊണ്ടത് 1985-ലാണ്. 1985-ലാണ് G8 എന്ന സംഘടന രൂപം കൊണ്ടത്. 1985-ൽ ഗ്രീൻ പീസിന്റെ റെയിൽബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ്. 1985-ല് ഗ്രീൻ പീസിന്റെ റെയിൽബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984. 542-ൽ 415. 10 നേടിയത് 1985-ലെ ഉപതെരഞ്ഞെടുപ്പിലാണ്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷമാണ് 1985. 1985-ലാണ് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ചത്. ഗോ വസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് ആര്? ഗോ വസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ ആണ് ഗോ വസൂരി പ്രയോഗം കണ്ടുപിടിച്ചത്. ഭ്രാന്തൻ ചാന്നാർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഭ്രാന്തൻ ചാന്നാർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ്? ചെമ്പൻ കുഞ്ഞ് ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രമാണ്. ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ലോകത്തെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന ചെർണോബിൽ ഏതു രാജ്യമാണ്? ലോകത്തെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന ചെർണോബിൽ ഏത് രാജ്യമാണ്? ഉക്രൈൻ. ഉക്രൈൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. 1986-ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെനീസിലെ വ്യാപാരി. വെനീസിലെ വ്യാപാരി എന്ന കൃതിയിലെ കഥാപാത്രത്തിന്റെ പേരാണ് ഷൈലോക്ക്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. 1984 ലോസ് ഏഞ്ചലസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? പേച്ചിപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്. ശാന്തിനികേതൻ ഏത് സംസ്ഥാനത്താണ്? ശാന്തിനികേതൻ പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. 1986-ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം.
ലോകസുന്ദരിപ്പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം. ലോകസുന്ദരിപ്പട്ടത്തിന് വേദിയായ ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം. 1986. 1986 ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത്. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ വോൾസോയിങ്കയാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാംബെൽ ആണ് ടെലഫോൺ കണ്ടുപിടിച്ചത്. ബുദ്ധൻ ജനിച്ച വർഷം. BC 563. ബുദ്ധൻ ജനിച്ച വർഷം BC 563. മലബാർ കലാപം നടന്ന വർഷം. 1921. 1921 മലബാർ കലാപം നടന്നത്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ ആണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്. വാസ്കോ ഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം. 1498. 1498 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡിസൺ. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് എഡിസൺ. ഓട്ടോമൊബൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ബെൻസ്. ഓട്ടോമൊബൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ബെൻസ്. നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെയാണ്? പുനൈ. നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പുനൈ. ഡോക്ടർ പൽപു ജനിച്ച സ്ഥലം പേട്ട. തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ് ഡോക്ടർ പൽപു ജനിച്ചത്. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം ഡിസംബർ. ഡിസംബറിലാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. പ്രകാശത്തിന്റെ വേഗം എത്ര ലക്ഷം മൈൽ ആണ്? 1.86. പ്രകാശത്തിന്റെ വേഗം എത്ര ലക്ഷം മൈൽ ആണ്? 1.86 ലക്ഷം മൈൽ ആണ് പ്രകാശത്തിന്റെ വേഗം. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. ജപ്പാനാണ് ഉദയസൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലൻഡ്. ഏതു നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്? ഏതു നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. MK മേനോന്റെ തൂലികാനാമം വിലാസിനി. MK മേനോന്റെ തൂലികാനാമം വിലാസിനി. പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ്? മധുര. മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധുര. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത്. ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് അറ്റൻബറോ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിതയാണ് ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. സിംബാബ്വേയുടെ പഴയ പേരാണ് സദേൺ റോഡോഷ്യ. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യത്തെ വനിത. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആയിരുന്നത് രാമകൃഷ്ണ റാവു. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ചത് 1919. 1919 വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ചത്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ഉദ്യാന വിരുന്ന് രചിച്ചത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് ആര്? വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് മഹാത്മാഗാന്ധി. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി 1957 ഏപ്രിൽ 5. 1957 ഏപ്രിൽ 5-നാണ് EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. 1789. 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലാണ്. UN ചാർട്ടർ ഒപ്പുവെക്കപ്പെട്ട വർഷം 1945. 1945-ലാണ് UN ചാർട്ടർ ഒപ്പുവെക്കപ്പെട്ടത്. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയത് 1969. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിലിറങ്ങിയത് 1969. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര് ചിത്തരഞ്ജൻ. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേരാണ് ചിത്തരഞ്ജൻ. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ് അറബിക്കടലിന്റെ റാണി എന്ന് അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏഥൻസ്. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ് ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ്? തുടയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ സ്ഥിതി ചെയ്യുന്നത്. കോളറയ്ക്ക് കാരണമായാണ് ബാക്ടീരിയ. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ്? ആലുവയിലാണ്. തിരുവിതാംകൂറിൽ കുടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിലെ കുടിക്കാരി സമ്പ്രദായം അല്ലെങ്കിൽ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം തലശ്ശേരി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ്.
വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിഖ ജാഥ ആരംഭിച്ച സ്ഥലം തലശ്ശേരി. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിഖ ജാഥ, ജാഥയുടെ പേര് ജീവശിഖ ജാഥ, ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് അയ്യ വൈകുണ്ഠർ. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് അയ്യ വൈകുണ്ഠർ. ജ്ഞാനപീഠം സ്ഥാപിച്ചത് ശാന്തി പ്രസാദ് ജെയിൻ. ശാന്തി പ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠം സ്ഥാപിച്ചത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. 300 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.